Good evening, sir. Good evening, sir. Good evening, sir. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ സെഷൻസിൽ പറഞ്ഞത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയിരുന്നു. നമ്മൾ ഇന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് 2-3 യൂണിവേഴ്സൽ ലോസ് കൂടി പറയാനുണ്ട്. അത് നമുക്ക് പറയാം. അതിനു മുമ്പ് നിങ്ങൾക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ 1-2 മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകൾ, അത് സത്യത്തിൽ നമ്മൾ റെഗുലർ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകൾ അല്ല, മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടിയും അതിനകത്ത് അതിനകത്ത് നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരുവാനും നമ്മുടെ മാനിഫെസ്റ്റേഷൻ കൃത്യമായി നടത്തുവാനും വേണ്ടിയുള്ള ചില രീതികൾ, ചില ടെക്നിക്കുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അത് ലോകപ്രശസ്ത ലോ ഓഫ് അട്രാക്ഷൻ ടീച്ചറായ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല, അദ്ദേഹം ഒരു സ്പിരിച്വൽ ടീച്ചറാണ്, നെവിൽ ഗൊദ്ദാദിന്റെ. അദ്ദേഹം ലോ ഓഫ് അട്രാക്ഷൻ എന്ന അതിലുപരി അദ്ദേഹം ഡയറക്റ്റായിട്ട് 2 നിയമങ്ങളും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്ന ഒരു ടീച്ചറാണ്. അദ്ദേഹം പാസ് ചെയ്ത് പോയി, മരിച്ചുപോയി. പക്ഷെ അദ്ദേഹത്തിന്റെ വളരെ വളരെ അധികം ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ള ഒരു വലിയൊരു ഗുരുവാണ് നെവിൽ ഗൊദ്ദാദ്. അദ്ദേഹത്തിന്റെ 3 ടെക്നിക്കുകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അത് വേറൊന്നും അല്ല, നമ്മൾ ആ ഒരു ടെക്നിക്കുകൾ സത്യത്തിൽ നമ്മുടെ ക്ലാസ്സുകളിലൂടെ നമ്മൾ നിരന്തരമായിട്ട് സംസാരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. നമ്മൾ അതിനകത്ത് ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്, അതായത് ഒന്നാമത്തെ ഹാബിറ്റ്, ടെക്നിക്ക് എന്നുപരി അതിനെ നമുക്കൊരു ഹാബിറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഒരു ശീലങ്ങളാണ്. നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി നടപ്പിലാകുന്നതിന് വേണ്ടി, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ഈസി ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയുള്ള ശീലങ്ങൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ദി ലോ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അദ്ദേഹം പ്രധാനപ്പെട്ട 2 നിയമങ്ങളാണ് നെവിൽ ഗൊദ്ദാദ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ദി ലോ ഓഫ് കോൺഷ്യസ്നെസ്സും, 2 ദി ലോ ഓഫ് അസംഷനും. ദി ലോ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ, അതായത് ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, അത് നമ്മുടെ അകം ലോകത്തെ തന്നെയാണ്. അകം ലോകം എന്ന് പറയുന്നത് അറിയാലോ നമുക്ക് എന്താണെന്നുള്ളത്. നമ്മുടെ കണ്ണ് നമ്മൾ അടയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കാണുന്ന, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ലോകം, അതാണ് സത്യത്തില് നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അകം ലോകം എന്ന് പറയുന്നത്. നമ്മുടെ ഈ അകം ലോകത്തിനെ ആ ഒരു നിയമത്തെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ദി ലോ ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അകം ലോകത്തിന്റെ നിയമത്തെ ഫോളോ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇത് സ്ഥിരം പറയുന്ന ഒരു പോയിന്റ് തന്നെയാണ്. എന്നിരുന്നാൽ കൂടിയും അത് ഒരിക്കൽ കൂടി വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിനെ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ ഉള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇതിനകത്ത് അകം ലോകം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ ഇന്നർ വേൾഡ്, അതായത് അതിൻ്റെ നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ആ ഒരു അകം ലോകത്തിന്റെ ഒരു പ്രതിബിംബമാണെന്നാണ്. അതിന് തന്നെ പ്രത്യേകമായിട്ട് ഈ ഒരു പോയിന്റ് നിങ്ങളൊന്ന് കഴിയുമെങ്കിലും ഒന്ന് എഴുതിക്കോണം. ജസ്റ്റ് അതൊരു ഇംഗ്ലീഷിലുള്ളതാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ കോട്ടാണ്. ദ വേൾഡ് ആൻഡ് ഓൾ വിത്തിൻ ഇറ്റ് ഈസ്, ദ വേൾഡ് ആൻഡ് ഓൾ വിത്തിൻ ഇറ്റ് ഈസ് മാൻസ് കണ്ടീഷൻഡ് കോൺഷ്യസ്നെസ് ഒബ്ജക്ടിഫൈഡ് എന്നാണ് ഈ ഒരു പോയിന്റ്. ദ വേൾഡ് ആൻഡ് ഓൾ വിത്തിൻ ഇറ്റ് ഈസ് മാൻസ് കണ്ടീഷൻഡ് കോൺഷ്യസ്നെസ് ഒബ്ജക്ടിഫൈഡ്. ആ ഒരൊറ്റ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കുന്നത്. അതായത് ഈ ലോകവും അതിലുള്ള എല്ലാം തന്നെയും മനുഷ്യന്റെ കോൺഷ്യസ്നെസ്, അകം ലോകത്തെ കണ്ടീഷൻ ചെയ്യുന്നതിന്റെ യാഥാർത്ഥ്യമാകും. കണ്ടീഷൻ ചെയ്യപ്പെട്ടതിന്റെ ഒബ്ജക്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം എന്നാണ്. അതായത് ഒരു മനുഷ്യന്റെ അകം ലോകത്തെ കണ്ടീഷൻ ചെയ്യുന്നതിന്റെ ഒരു പ്രതിബിംബമാണ് അവന്റെ ജീവിതം.
ഈ ഒരൊറ്റ പോയിന്റ് മനസ്സിലാക്കി നമുക്ക് വേറെ ഒന്നും മനസ്സിലാക്കിയാൽ നമുക്ക് സകലതും മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ജീവിതം തന്നെ മനസ്സിലാക്കാൻ പറ്റും. ദി വേൾഡ് ആൻഡ് ഓൾ വിത്തിൻ, ഈ ലോകത്ത്, അതായത് നമ്മുടെ ജീവിതം, ഞാൻ മുമ്പും ഒരു ഉദാഹരണത്തിലൂടെ ഇത് വിശദീകരിച്ചു തന്നിട്ടുള്ളതാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണും നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. നമുക്ക് പല കാര്യങ്ങളും കുറവുകളുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുന്നില്ല. നമുക്ക് മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്നതും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ കരുതുന്നത് ആ സാഹചര്യങ്ങൾക്ക് കാരണമായ ആളുകളാണ്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾക്ക് കാരണമായത് മറ്റ് മനുഷ്യരാണ് എന്ന് കരുതിക്കൊണ്ട് അവരുടെ മേൽ നമ്മൾ എന്താണ് പഴിചാരുവാനും ആരോപണങ്ങൾ ഉന്നയിക്കുവാനുമാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മുടെ ഒരു ശീലം. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നമുക്ക് അതിൽ കൂടുതൽ വ്യത്യസ്തമായി നമ്മൾ ചിന്തിക്കാറില്ല ഇതിനു മുമ്പ് വരെ. നിങ്ങളിപ്പോൾ അതിൽ നിന്ന് മാറി വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ജീവിതം എന്നുള്ളത് ഒരു മിറർ പോലെയാണ്, ഒരു പ്രതിബിംബം പോലെയാണ്. നമ്മുടെ അകം ലോകത്തിന്റെ ഒരു പ്രതിബിംബം എന്നുള്ളത് പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറവ്, അതായത് നമ്മുടെ കണ്ണാടി, ഞാൻ ഒരു കണ്ണാടിയുടെ ഉദാഹരണം എപ്പോഴും പറയുന്നതാണല്ലോ. ഈ കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ ആ കണ്ണാടിക്കകത്ത് നമ്മൾ കാണുന്ന പ്രതിബിംബത്തിൽ നമ്മൾ കാണുന്ന നമ്മുടെ റൂമും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളുമെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് ഞാൻ എൻ്റെ കണ്ണാടിയിൽ കൂടി കാണുന്നത്. എൻ്റെ റൂമും എൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളും എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്നതായിട്ട് ഞാൻ എൻ്റെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ, പ്രതിബിംബത്തിലൂടെ കാണുമ്പോൾ, ഞാൻ ആ കണ്ണാടിയുടെ പ്രതിബിംബത്തിൽ നോക്കി അസ്വസ്ഥമായിട്ടോ അല്ലെങ്കിൽ ടെൻഷനായിട്ടോ അല്ലെങ്കിൽ വിഷമിച്ചിട്ടോ അല്ലെങ്കിൽ ആ കണ്ണാടിയുടെ ആ പ്രതിബിംബത്തെ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമുണ്ടോ? കാരണം എന്താണ്? അതൊരു പ്രതിബിംബം മാത്രമാണ്. ആ പ്രതിബിംബത്തിന്റെ ഒറിജിനൽ നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ടാണ് ആ പ്രതിബിംബം അതുള്ളത്. അതിനകത്ത് കാണാം ഒറിജിനൽ അവിടെ ഉള്ളത് കൊണ്ട് പ്രതിബിംബം മാത്രമാണ് ഈ കണ്ണാടിയുടെ പ്രതിച്ഛായ എന്ന് പറഞ്ഞാൽ, അതല്ലേ ഒരു പ്രതിഫലനം എന്ന് പറഞ്ഞാൽ, കണ്ണാടി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ഈ ജീവിതം. ഇനി നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ ആ രീതിയിൽ വേണം ഈ നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കുവാൻ. കാരണം അല്ലാത്ത പക്ഷം നമ്മൾ ആ കണ്ണാടിയിൽ കാണുന്ന അലങ്കോലത്തെ നമ്മൾ ശരിയാക്കുവാൻ വേണ്ടി കണ്ണാടിയിൽ നമ്മൾ വലിയ രീതിയിൽ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അങ്ങനെ നമ്മൾ എത്ര ശ്രമിച്ചാലും ആ കണ്ണാടിയിൽ മാറ്റം ഉണ്ടാവില്ല. നമ്മൾ സ്ട്രെസ്ഫുൾ ആവുകയുള്ളൂ. ആ സ്ട്രെസ്സാണ് നമ്മുടെ ലൈഫിനകത്ത് ഇപ്പോൾ കാണുന്നത്, എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ചെയ്യുവാനുള്ളത് വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നമ്മുടെ ഈ കണ്ണാടിയിലെ പ്രശ്നം മാറണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അതിന്റെ യാഥാർത്ഥ്യം, റിയാലിറ്റിയെ കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ആ കണ്ണാടി നല്ല അടുക്കോടുകൂടി നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് കാണാം. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുവാനുള്ളത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ, നമ്മുടെ ബോധതലത്തെ നമ്മൾ കറക്റ്റ് ചെയ്താൽ അതിന്റെ റിഫ്ലക്ഷൻ എന്ന പോലെ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ അതിന്റെ മാറ്റങ്ങൾ കാണുമെന്നുള്ളതാണ്. അത് തന്നെയാണ് യാഥാർത്ഥ്യവും. മനസ്സിലായല്ലോ? ദി വേൾഡ് ആൻഡ് ഓൾ വിത്തിൻ ഇറ്റ് ഈസ് മാൻസ് കണ്ടീഷൻഡ് കോൺഷ്യസ്നസ് ഒബ്ജക്ടിഫൈഡ്. അതായത് ഈ ലോകവും അതിലുള്ള എല്ലാവും മനുഷ്യൻ അവന്റെ ഉള്ളുണ്ട്. അതായത് നമ്മുടെ വീടും പരിസരവും നമ്മുടെ ജീവിതവും ഇപ്പൊ നിലവിലുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ നമ്മൾ തന്നെ കണ്ടീഷൻ ചെയ്തതിന്റെ ഫലമായിട്ട് കാണുന്നതാണ്, റിഫ്ലക്ട് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ എന്താണെന്ന് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാമോ? ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത്, വേറെ ഒന്നുമല്ല, ഈ ഒരു പോയിന്റ് മനസ്സിലാക്കാൻ നമ്മൾ കിടന്നിട്ട് നമ്മുടെ ലൈഫിൽ ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ച് നമ്മൾ പുറം ലോകത്ത് നമ്മൾ ഫോഴ്സ് ചെലുത്തി നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി കറക്റ്റ് ചെയ്ത് അത് നടക്കില്ല. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ വരുന്ന മാറ്റത്തിന്റെ പ്രതിബിംബമായിട്ട് മാത്രമാണ്. നിങ്ങൾ സൂക്ഷ്മം നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ചെയ്തിട്ടാണ്, നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്ത് മാറ്റങ്ങൾ വരുത്തുന്നത് എന്നാണ്. അങ്ങനെ ചെയ്യുമ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ നമ്മൾ മാറ്റങ്ങൾ അതേ സമയം തന്നെ നമ്മൾ വരുത്തുന്നുണ്ട്. ആ മാറ്റം വരുന്നതിന്റെ റിഫ്ലക്ഷൻ ആയിട്ടാണ് അതിനകത്ത് മാറ്റം വരുത്തുന്നത്.
അതാണ് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അത് ഞാൻ അവിടെ പറയാത്തതാണ്. അത് ഇങ്ങനെയാണ് അത് വരുന്നത്. അപ്പൊ അതുകൂടെ നമ്മൾ ഇവിടെ ഉത്തരം പറയുമ്പോൾ എനിക്ക് സബ്ജക്റ്റ് കുറച്ചുകൂടി ക്ലിയർ ആവും. അത് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: നമ്മൾ മറ്റുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും സഹായിച്ചിട്ടും എന്തുകൊണ്ടാണ് അവരിൽ നിന്നും മോശം അനുഭവം ഉണ്ടാകുന്നത്? അവരെ പറ്റി നെഗറ്റീവായി ചിന്തിക്കാഞ്ഞിട്ടും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പെരുമാറ്റമാണ് നമ്മൾ സ്നേഹിക്കുന്നവരിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? നമ്മുടെ റിഫ്ലക്ഷൻ, നമ്മുടെ അകം ലോകത്തിന്റെ പ്രതിബിംബമായിട്ടാണ് അത് വരുന്നത്. നമ്മുടെ അകം ലോകത്തിന്റെ പ്രതിബിംബമായിട്ടാണ് മറ്റുള്ളവരും നമ്മുടെ ജീവിതത്തിനകത്തുള്ളത്. നമ്മുടെ അകം ലോകത്തിന്റെ പ്രതിബിംബമായിട്ട് അത് തന്നെയാണ്. ഈ ഒരു ഒബ്ജക്ടിഫൈഡ് ആണ്, അത് ഒബ്ജക്ടിഫൈഡ് യാഥാർത്ഥ്യം, കണ്ടീഷൻഡ് കോൺഷ്യസ്നെസ് ഒബ്ജക്ടിഫൈഡ്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഇത്രയും നാള് നമ്മുടെ ആ ഒരു ചിന്തകൾ കൊണ്ടും നമ്മുടെ ഇമോഷൻസ് കൊണ്ടും നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻസ് കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ കൊണ്ടും നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ, നമ്മുടെ ബോധതലത്തെ നമ്മൾ കണ്ടീഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഒരു കണ്ണാടിക്ക് പുറത്തുള്ള ഒറിജിനലിനെ നമ്മൾ താറുമാറാക്കിയിട്ടപ്പോൾ കണ്ണാടിക്കുള്ള താറുമാറായ അല്ലെങ്കിൽ അലങ്കോലപ്പെട്ട കാര്യങ്ങളല്ലേ പ്രതിബിംബമായിട്ട് വരികയുള്ളൂ. ഇപ്പൊ ജീവിതത്തിനകത്ത് റിലേഷൻഷിപ്പിലൊക്കെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അകം ലോകത്ത് പല രീതിയിലുള്ള ചിന്തകളും പല രീതിയിലുള്ള വിഷ്വലൈസേഷൻസും പല വിശ്വാസങ്ങളും എല്ലാം നിരന്തരമായി കൊടുത്തുകൊണ്ട് അതിനെ കണ്ടീഷൻ ചെയ്യുകയായിരുന്നു ഇതുവരെയുള്ള കാലഘട്ടത്തിൽ. അതിന്റെ റിഫ്ലക്ഷൻ എന്നോളം അപ്പോൾ അതിന് എന്ത് ചെയ്യുന്നു? അത് ഒബ്ജക്ടിഫൈഡ്, അതായത് യാഥാർത്ഥ്യമായി വരികയായിരുന്നു. നമ്മൾ ഓരോ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ, ഓരോ കാരണങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇത് തന്നെ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ നമ്മുടെ അകം ലോകത്ത് നിരന്തരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചും പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് കോൺഷ്യസ്നെസ്സിൽ കണ്ടീഷൻ ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രതിബിംബമായിട്ട് വരുന്നത് ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പ്രതിബിംബമായിരിക്കും അവിടെ വരുന്നത്, പ്രതിഫലനമായിട്ട് വരുന്നത്. അത് ശാരീരിക രോഗങ്ങളായാലും അത് തന്നെയാണ്. രോഗങ്ങളെ കുറിച്ചുള്ള ചിന്തകളും വാർത്തകളും നിരന്തരമായിട്ട് വായിക്കും. ഇതെല്ലാം ഉള്ളിന്റെ ഉള്ളെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇനി ശ്രദ്ധിച്ചോണം, അത് കോൺഷ്യസ്നെസ് ആണ്. അത് മാത്രമാണ് റിയാലിറ്റി. കോൺഷ്യസ്നെസ് ഈസ് ഓൺലി റിയാലിറ്റി. അതാണ് നെവിൽ ഗദ്ദാദ് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ളതാണ് റിയാലിറ്റി. ഈ കാണുന്നത് ജീവിതം എന്നത് സത്യത്തിൽ ഒരു മിററാണ്. ഉള്ളിൽ നമ്മൾ ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ മറ്റുള്ളവരിലേക്കല്ല നോക്കാനുള്ളത്, അവന്റെ ഉള്ളിലേക്ക് നോക്കി അവിടെ വേണ്ട കറക്ഷനാണ് വരുത്താനുള്ളത്. അതിനുവേണ്ട കറക്ഷനാണ് വരുത്താനുള്ളത്. അപ്പൊ ഈ ഒരു സുഹൃത്ത് പറഞ്ഞതും, നമ്മൾ മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിച്ചാലും നമ്മുടെ ഉള്ളിൽ നമ്മളെ കുറിച്ച് തന്നെയുള്ള ചിന്ത എന്താണ്, നമ്മളെ കുറിച്ച് തന്നെയുള്ള ലവിന്റെ, സ്നേഹത്തിന്റെ ചിന്ത എന്താണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കോൺഷ്യസ്നെസിന്റെ ചിന്ത എന്താണ്? നമ്മൾ ആ വ്യക്തിയോട് മാത്രമാണോ നമുക്ക് സ്നേഹം? മറ്റു വ്യക്തികളോടുള്ള നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മുടെ ചിന്ത എന്താണ്? നമ്മൾ ചില വ്യക്തികളോട് നമുക്ക് സ്നേഹമുണ്ട്, അവർക്ക് നമുക്ക് സ്നേഹമില്ല. പക്ഷെ നമുക്കൊരു റിലേഷൻഷിപ്പിൻ്റെതായ ഒരു ഏരിയ ഉണ്ട്, നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ സബ് കോൺഷ്യസ്നെസ്. അവിടെ നമ്മൾ മറ്റ് വ്യക്തികളുമായി നമ്മുടെ ബന്ധം എങ്ങനെയാണ്? നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുമല്ല, നമുക്ക് അല്ലാതെ നമ്മുടെ ലൈഫിനകത്ത് മറ്റ് വ്യക്തികളുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ ധാരാളമായ മറ്റ് വ്യക്തികളുണ്ട്. അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്? അവരുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്, നമുക്ക് മോശം ബന്ധമാണ്, അവരെക്കുറിച്ച് നമ്മൾ മോശമായാണ് നിരന്തരമായി ചിന്തിക്കുകയും നമ്മൾ ഫീൽ ചെയ്യുകയും ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പ്രതിബിംബമായിട്ട് അത് ഒരു കണ്ടീഷനാണ്. നമ്മൾ കോൺഷ്യസ്നെസ് കണ്ടീഷൻ ചെയ്യും. അങ്ങനെ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? അതിന്റെ ഒരു മലയാള അർത്ഥം എന്താണ്? ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ? അപ്പൊ നമ്മൾ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. എന്താണ് കോൺഷ്യസ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബോധം. ഓക്കെ, അത് താങ്ക് യു സാർ. അത് മാത്രമല്ല, ബോധം എന്ന് പറയുന്നത് മലയാളം അർത്ഥം എന്നൊരു നമ്മൾ ഇവിടെ മുമ്പ് പറഞ്ഞ ഒരു പോയിന്റ്, ബോധാവസ്ഥ. തീർച്ചയായിട്ടും അത് തന്നെ. നമ്മള് ഇതിന് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, ആരെങ്കിലും ഒരാൾ ടൈപ്പ് ചെയ്യുന്നുണ്ട് നോക്കട്ടെ, ബോധതലം എന്നുള്ളതല്ലാതെ.
പറഞ്ഞോളൂ, തെറ്റുന്നേ തെറ്റിക്കോട്ടെ. ഇന്നർ വേൾഡ്, കറക്റ്റ്. അകം ലോകം, കറക്റ്റ്. അതാണ് അകം ലോകം എന്നൊരു വാക്കുകൂടി നമ്മൾ പറഞ്ഞില്ലേ, അകം ലോകം. അങ്ങനെ നമ്മളിനി അകം ലോകം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പിന്നെ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അകം ലോകം, നമ്മൾ ഇത്ര നാൾ അകം ലോകം പുറം ലോകം എന്ന് പറഞ്ഞു. അപ്പൊ കോൺഷ്യസ്നെസ്, ലൈഫ്. ഇനി അങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കണം. കോൺഷ്യസ്നെസ്, ലൈഫ്. അകം ലോകം, പുറം ലോകം. കോൺഷ്യസ്നെസ്, ലൈഫ്. കോൺഷ്യസ്നെസ്സിനകത്തുള്ള അകം ലോകത്ത് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത്, നമ്മുടെ സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്, നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത്, നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് നിരന്തരമായി കേൾക്കുന്നത്, ചിന്തിക്കുന്നത്, ഇതെല്ലാമാണ് അതിന്റെ തത്തുല്യമായ ഈ കണ്ണാടിയിൽ എന്ന പോലെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തിനകത്ത്. കണ്ടീഷൻഡ് കോൺഷ്യസ്നെസ് ഒബ്ജക്ടിഫൈഡ്, അത് തന്നെയാണ് പോയിന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് വേറൊന്നുമല്ല, നമ്മുടെ അകം ലോകത്തെ കറക്റ്റ് ചെയ്തുകൊണ്ട് നിരന്തരമായി നമ്മൾ കറക്റ്റ് ചെയ്യുവാൻ ശ്രമിക്കണം. അതിന് ഏറ്റവും മികച്ച ഒരു പ്രാക്ടീസാണ് താങ്ക് യുവിന്റെ പ്രാക്ടീസ്. അതിനോടൊപ്പം തന്നെ ഏതാനും ചില അഫർമേഷൻസ് കൂടെ എഴുതിക്കോളൂ. നിരന്തരമായിട്ട് ചൊല്ലണം, നിരന്തരമായിട്ട് മാറ്റണം നമ്മൾ. എന്നിട്ട് നമ്മൾക്ക് തന്നെ സ്വന്തമായിട്ട് അഫർമേഷൻസ് കണ്ടെത്തി, ഞാൻ ഇതുപോലുള്ള നിരന്തരമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആ ഒരു ലൈഫിനകത്ത് എവിടെയാണ് കുറവുള്ളത്, അതിന്റെ ഒരു ഒറിജിനൽ എന്റെ കോൺഷ്യസ്നെസ് എന്റെ ഉള്ളിലുണ്ടല്ലോ. അത് മാറ്റുവാൻ എന്ത് വാചകങ്ങളാണ്, എന്ത് ചിന്താ രീതികളാണ് ഞാൻ കൊണ്ടുവരേണ്ടത്, എന്ത് വിശ്വാസമാണ് ഞാൻ അവിടെ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നമ്മൾ നിരന്തരമായിട്ട് ചിന്തിക്കുക, നമ്മുടെ അകത്തേക്ക് നോക്കുക. അല്ലാതെ റിലേഷൻഷിപ്പിനകത്ത് ഒരാൾ പ്രോബ്ലം ഉണ്ടാക്കുന്നു കരുതി ആ റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലം ഉണ്ടാക്കാൻ കാരണക്കാരായ ആളുകളെയും എല്ലാം നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അത് മാറില്ല. നമ്മുടെ ഈ കണ്ണാടി ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ ആ കണ്ണാടിയുടെ കാണുന്ന ആ ഒരു റിഫ്ലക്ഷന്റെ പ്രശ്നം മാറാൻ നമ്മൾ കണ്ണാടി ക്ലീൻ ചെയ്യുന്ന പോലെയാണ് ആ ഒരു നമ്മുടെ പുറം ലോകത്ത് നമ്മുടെ ജീവിതത്തിൽ അത് കറക്ഷൻ വരുന്നത്. ഓക്കെ, എഴുതിക്കോളൂ. ഈ അഫർമേഷൻസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ധാരാളം തവണ ഒരു നിശ്ചിത നമ്പർ വെച്ചിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിച്ച് റീകണ്ടീഷൻ ചെയ്യണം. നമ്മൾ കണ്ടീഷൻസ് ഒബ്ജക്ടിഫൈഡ് എന്നാണ്. അപ്പൊ നമ്മൾ ഇത്രയും നാൾ നമ്മൾ ലൈഫിനകത്ത് നെഗറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റീകണ്ടീഷൻ ചെയ്തുകൊണ്ട് അതിനെ പോസിറ്റിവിറ്റി ആക്കി മാറ്റണം. അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. കോട്ട് ഒന്നുകൂടെ പറയാമോ? ഓക്കെ. ദ വേൾഡ് ആൻഡ് ആൾ വിത്തിൻ ഇറ്റ്, ദ വേൾഡ് ആൻഡ് ആൾ വിത്തിൻ ഇറ്റ് ഈസ് മാൻസ്, അതായത് മനുഷ്യന്റെ കണ്ടീഷൻഡ് കോൺഷ്യസ്നെസ് ഒബ്ജക്ടിഫൈഡ്. കണ്ടീഷൻഡ് കോൺഷ്യസ്നെസ് ഒബ്ജക്ടിഫൈഡ്. അത് തന്നെയാണ് പരമായ യാഥാർത്ഥ്യം മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച്. ഒരു കൂട്ടം ആളുകളുടെ കണ്ടീഷൻഡ് കോൺഷ്യസ്നെസ് ഒബ്ജക്ടിഫൈഡ് ആണ് ഒരു നാട്. നമ്മുടെ നാട് പിന്നോട്ട് നിൽക്കുന്നെങ്കിൽ നമ്മളെന്ന് പറയുന്ന നാട്ടുകാരുടെ കണ്ടീഷൻഡ് കോൺഷ്യസ്നെസ് ഒബ്ജക്ടിഫൈഡ് ആണ്, അല്ലാതെ ഭരണകർത്താക്കളുടേതല്ല. ദേ ആർ റെപ്രസെന്റിങ് അസ്. അവർ നമ്മളെ പ്രതിനിധീകരിക്കുന്നതാണ്. നമ്മളെല്ലാവരും അവർ ശരിയാക്കാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ശരിയാവാത്തതാണെന്നുള്ള പരാതി. ആദ്യം നമ്മുടെ കോൺഷ്യസ്നെസ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കും. ഓരോരുത്തരും, നമ്മൾ ഓരോ വ്യക്തികളും അതിന് മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ നാടിന് മാറ്റം വരും. അപ്പം നമ്മളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മളെ ഭരിക്കാൻ അർഹരായ ഭരണാധികാരി അങ്ങനെയാണ് വരുന്നത്. ഓരോ മനസ്സിലാകുന്നുണ്ടല്ലോ. ലീഡേഴ്സ് അല്ല, അവർ നമ്മളുടെ റെപ്രസെന്റേറ്റീവ്സ് മാത്രമാണ്. നമ്മളാണ് മാറാനുള്ളത്. ഓട്ടോമാറ്റിക്കായിട്ട് മികച്ച രീതിയിൽ നമ്മളെ നാട് മാറും സ്വാഭാവികമായിട്ട്. അതായത് ഇപ്പൊ നമ്മുടെ വേൾഡ്, നമ്മുടെ ചുറ്റുമുള്ള ലോകം മാറുമ്പോൾ, നമ്മൾ നല്ല കുറെ ജീവിതം സൃഷ്ടിക്കുമ്പോൾ, ഒരു കൂട്ടാളുകൾ ചേർന്ന് നല്ല ജീവിതം സൃഷ്ടിക്കുമ്പോൾ ആ നാട് ഉൾപ്പെടെയല്ലേ മാറുന്നത്. അങ്ങനെയാണ് വരുന്നത്. കണ്ടീഷൻ ഒബ്ജക്ടിഫൈഡ്, അത് ഒബ്ജക്ടിഫൈഡ് അത് അങ്ങനെയാണ്. ആ പോയിന്റ് മനസ്സിലാക്കി വരുന്നു. ഇതൊന്ന് ഒരു അഫർമേഷൻസ് എഴുതിക്കോളൂ. ഞാൻ എന്നെ വിശ്വസിക്കുന്നു. നമ്മളിത് മാറ്റാൻ വേണ്ടിയാണ്, റീകണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ എന്നെ വിശ്വസിക്കുന്നു. ഞാൻ സമാധാനം നിറഞ്ഞതും സമ്പൂർണവുമാണ്. ഞാൻ സമാധാനം നിറഞ്ഞതും സമ്പൂർണവുമാണ്. ഞാൻ സമൃദ്ധി നിറഞ്ഞതാണ്.
ഞാൻ സമൃദ്ധി നിറഞ്ഞതാണ്. ഞാൻ ആത്മവിശ്വാസം നിറഞ്ഞതാണ്. ഞാൻ ആത്മവിശ്വാസം നിറഞ്ഞതാണ്. ഞാൻ ആത്മവിശ്വാസം നിറഞ്ഞതാണ്. ഞാൻ ഏറ്റവും മികച്ച ബന്ധങ്ങൾ അർഹിക്കുന്നു. ഞാൻ ഏറ്റവും മികച്ച ബന്ധങ്ങൾ അർഹിക്കുന്നു. ഞാൻ ഏറ്റവും മികച്ച ആരോഗ്യം അർഹിക്കുന്നു. ഞാൻ ഏറ്റവും മികച്ച ആരോഗ്യം അർഹിക്കുന്നു. ഇത് ആവർത്തിച്ച് പറയും. ഇത്രയും മതി തൽക്കാലം. ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഇത് എല്ലാവരും ഇതും കവർ ചെയ്യുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് 100 കണക്കിന് തവണ നിങ്ങൾ ചൊല്ലണം. ധാരാളം തവണ, നമ്പേഴ്സ് എന്ന് പറയും. ഇത് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഈ അഫർമേഷൻസ് ചൊല്ലിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മള് ഉള്ളുകൊണ്ട് മാറും. നമ്മുടെ കോൺഷ്യസ്നെസ് മാറും. അകം ലോകം മാറും. അകം ലോകം മാറുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് പുറം ലോകം മാറും. അതിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് ഏതാണ്? ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ എന്നെ വിശ്വസിക്കുന്നു. ഞാൻ എന്നെ വിശ്വസിക്കുന്നു. ഞാൻ സമാധാനം നിറഞ്ഞതും സമ്പൂർണവുമാണ്. ഞാൻ സമാധാനം നിറഞ്ഞതും സമ്പൂർണവുമാണ്. ഞാൻ സമൃദ്ധി നിറഞ്ഞതാണ്. ഞാൻ സമൃദ്ധി നിറഞ്ഞതാണ്. ഞാൻ ആത്മവിശ്വാസം നിറഞ്ഞതാണ്. ഞാൻ ആത്മവിശ്വാസം നിറഞ്ഞതാണ്. ഞാൻ ഏറ്റവും മികച്ച ബന്ധങ്ങൾ അർഹിക്കുന്നു. ഞാൻ ഏറ്റവും മികച്ച ബന്ധങ്ങൾ അർഹിക്കുന്നു. ഞാൻ ഏറ്റവും മികച്ച ആരോഗ്യം അർഹിക്കുന്നു. താങ്ക് യു, അത് മതി. ഞാൻ ഏറ്റവും മികച്ച ആരോഗ്യം അർഹിക്കുന്നു. നമ്മുടെ ഈ അർഹത എന്നുള്ളത്, യെസ്, താങ്ക് യു സോ മച്ച് നിഖിൽ. താങ്ക് യു സോ മച്ച് രേഖ, താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ കോൺഷ്യസ്നെസ്സിനകത്ത് നമ്മുടെ അകം ലോകത്ത് ഈ അർഹത ഇല്ലായ്മ ഒരു ഫീലിംഗ് ഉണ്ട്. എനിക്കിതിന് അർഹതയില്ല എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇത്രയും നാൾ നമ്മൾ ചിന്തിച്ചു കൂട്ടിയതും വിശ്വസിച്ചതും മറ്റുള്ളവർ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടുമൊക്കെ കണ്ടീഷൻ ചെയ്തു പോയത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യുവാൻ കഴിയാതെ പോകുന്നത്. നമ്മൾ അതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷന് വേണ്ടി പല രീതിയിലുള്ള ടെക്നിക്കുകളെല്ലാം പ്രയോഗിച്ചിട്ട് ഈ അർഹത ഇല്ലായ്മയുടെ ഈ ഒരു ഫീലിംഗ് കൊണ്ടാണ് നിരന്തരമായിട്ട് സത്യത്തിൽ നമുക്കൊന്നും കിട്ടാതെ, നമുക്ക് ആഗ്രഹിച്ചതൊന്നും കിട്ടാത്തത് പോകുന്നത്. അർഹതയില്ല എന്നൊരു തോന്നല്, അത് മാറണം. അതിന് ഈ അഫർമേഷൻ നിരന്തരമായി കൊടുത്തുകൊണ്ട് നമ്മൾ ഈ അർഹതയുണ്ട്, എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള അർഹതയുണ്ട്, ഈ ഭൂമിയിൽ എല്ലാവരെയും പോലെയും എനിക്കും അർഹതയുണ്ട്, ആ ഒരു ഇത് വേണം. ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ കൊണ്ടുവരണം. അകം ലോകത്തെ മാറ്റണം. അതിന്റെ റിഫ്ലക്ഷനായിട്ട് ക്രമേണ ലൈഫ് മാറും. ഒറ്റയടിക്കൊന്നുമല്ല, ക്രമേണ. നിങ്ങൾ ശ്രദ്ധിച്ചോണം ലൈഫിനകത്ത് മാറ്റം ഉണ്ടാകുന്നത്. ക്രമേണ അത് മാറി വരും. ക്രമേണ മാറുമ്പോൾ നമ്മൾ അതിന് വലിയ രീതിയിൽ ഹാപ്പിനെസ് നന്ദിയും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് മാറി വരും. അത് നമ്മൾ നിരന്തരമായിട്ട് മോണിറ്റർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഈ അഫർമേഷൻസ് ഒക്കെ വർക്ക് ആവുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിലായിരിക്കും മാറി വരുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് നടക്കും. അത് ഓരോരുത്തരുടെ ആ ഒരു കോൺഷ്യസ്നെസിന്റെ കണ്ടീഷൻ പോലെ ഇരിക്കും. ഓക്കെ, അതാണ് ഒന്നാമത്തെ ശീലം എന്ന് പറയുന്നത്. നമ്മൾ അകം ലോകത്തെ മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു അറിവിന്റെ ബേസിൽ വേണം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ. അല്ലാതെ നമ്മൾ മറ്റുള്ളവർ പറയുന്നു, മറ്റുള്ളവരുടെ എന്താ പറയുക, ഔട്ടർ വേൾഡിൽ ആളുകൾ പറയുന്ന ചില പോയിന്റുകൾ മാത്രമായിട്ട് നമ്മൾ അതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ, ഇതുകൊണ്ടാണ് ജീവിതം ഇങ്ങനെ, അങ്ങനെ ഒരു പുറം ലോകത്തെ ഒരു വിഷയത്തിന്റെ ബേസിൽ മാത്രം നമ്മൾ നോക്കിക്കാണരുത്. നമ്മുടെ നമ്മുടെ അകത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് നമ്മൾ ഇനി അങ്ങനെ ചിന്തിച്ച് വരണം. ലൈഫിനെ ആ രീതിയിൽ വേണം മാറ്റിയെടുക്കുക. അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്നുള്ളത്. രണ്ടാമത്തെ പോയിന്റ് വളരെ സുപ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഫീലിംഗ് ഈസ് ദ സീക്രട്ട് എന്നാണ്. ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ വികാരങ്ങളാണ് സത്യത്തിൽ ക്രമേണ നമുക്ക് യാഥാർത്ഥ്യങ്ങളായി മറ്റൊന്ന് വരുന്നത്. അതിന് നമ്മുടെ യാഥാർത്ഥ്യങ്ങൾ, താങ്ക് യു നിതിനെ, താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും മിസ് ചെയ്യാൻ കേട്ടിട്ടുണ്ടെങ്കിൽ നിതിൻ അവിടെ എഴുതിയിട്ടുള്ളത് എഴുതിച്ചോടെ. അപ്പോ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ഫീലിംഗ് ആണ്.
എ ചേഞ്ച് ഓഫ് ഫീലിംഗ് ഈസ് എ ചേഞ്ച് ഓഫ് ഡെസ്റ്റിനി. നെവിൽ ഗോദ്ദാദിന്റെ ഒരു കോട്ടാണ്, അതും കൂടെ. ചേഞ്ച് ഓഫ് ഫീലിംഗ് ഈസ് എ ചേഞ്ച് ഓഫ് ഡെസ്റ്റിനി. നമ്മൾ പറഞ്ഞു പലരും ചോദിച്ചു, നമുക്ക് വിധി നമുക്കൊന്നുണ്ടല്ലോ, നമുക്ക് വിധി എന്ന് പറഞ്ഞാൽ അപ്പൊ ആ വിധിക്ക് അനുസരിച്ചില്ലേ മാറാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ നമ്മുടെ ക്വസ്റ്റ്യൻ സെഷനിലൊക്കെ വന്നിരുന്നു. പലരുടെയും സംശയമാണത്. അല്ല, വിധി നമ്മൾ തന്നെയാണ്. അത് നമ്മൾക്ക് വേണ്ട കാര്യം എന്താണെന്നുള്ളത്, നമ്മൾ ഫ്യൂച്ചറിൽ വേണ്ട കാര്യം എന്താണ്, നമ്മുടെ ഭാവിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഏത് തരത്തിലുള്ള ജീവിതമാണ് നമുക്ക് ഇനി അങ്ങോട്ട് വേണ്ടത്, ഫ്യൂച്ചറിൽ വേണ്ടത് എന്ന് ഉള്ളത്, ഈ നിമിഷം അതിന്റെ ഫീലിംഗ് നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതാണ് ശീലം. സെക്കൻഡ് ഹാബിറ്റ്, ഫീലിംഗ് ഈസ് ദ സീക്രട്ട്. അതായത് നമ്മള് ഭാവിയിൽ സന്തോഷം നിറഞ്ഞ, സമൃദ്ധി നിറഞ്ഞ, ഒരു പൂർണ്ണത നിറഞ്ഞ, നല്ല ആരോഗ്യം നിറഞ്ഞ ഒരു ജീവിതം ആഗ്രഹിക്കുകയും നിലവിൽ നമ്മൾ ഫീൽ ചെയ്യുന്നത് വളരെ നെഗറ്റീവായിട്ട്, അതിന് നേരെ ഓപ്പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാകില്ല. അത് നമ്മുടെ സബ് കോൺഷ്യസ് ആണ് സത്യത്തിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തി തരുന്നത്. അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം ഏത് ടൈപ്പിലുള്ള ഫീലിംഗ് ആണ് നിങ്ങൾ ഫ്യൂച്ചറിൽ എക്സ്പീരിയൻസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം. ഏത് ടൈപ്പ് ഫീലിംഗ് ആണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ നേടുവാൻ, എക്സ്പീരിയൻസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ആ ഫീലിംഗ് എന്താണോ അത് ഇപ്പൊ നമ്മുടെ കോൺഷ്യസ്നെസ്സിലേക്ക് കൊണ്ടുവരണം, നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അത് എല്ലാവരും കഴിയുമല്ലോ അല്ലേ? അത് കഴിയും, നമ്മളത് കഴിയും ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിൽ, പക്ഷെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എടുത്തേ പറ്റും. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ക്രമേണ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആ ഫീലിംഗിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ എത്തി നമ്മൾ ഏതാനും സെക്കൻഡുകൾ അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾ നമുക്ക് അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റിയാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും അത് മാനിഫെസ്റ്റ് ചെയ്യും. കാരണം അത് സബ് കോൺഷ്യസ് മൈൻഡ് അതൊരു ഓർഡർ ആയിട്ട് ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് ഏറ്റവും സുപ്രധാനമാണ് ഫീലിംഗ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് മെസ്സേജ് കൊടുത്ത്, സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ നാവ് കൊണ്ട് ഈ വാക്കുകളൊക്കെ, എനിക്ക് ആ കാര്യം വേണം, അത് ഞാൻ ആകർഷിക്കുന്നു എന്നൊക്കെ പറയും, എനിക്കിത് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും, എനിക്ക് അങ്ങനെ ഒരു കാര്യം തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ നാവ് കൊണ്ട് ഒരേ സമയം പ്രാർത്ഥിക്കുകയും പക്ഷെ മനസ്സുകൊണ്ട് അതിന് നേരെ വിപരീതമായിട്ട് അതൊന്നും കിട്ടാൻ പോകുന്നില്ല, ഞാൻ എല്ലാ കാലവും ഇങ്ങനെയാണ് എന്നുള്ള, അതായത് എനിക്ക് ഒരിക്കലും അങ്ങനെയുള്ള നല്ലതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ നെഗറ്റീവായിട്ട് ഉള്ള ഫീലിംഗ് കൂടെ കൊടുത്താൽ എന്താണ്? സബ് കോൺഷ്യസ് മൈൻഡ് ആ ഫീലിംഗിനെയാണ് മാത്രമേ നോക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ആ ഫീലിംഗ് ചേഞ്ച് ചെയ്യണം. നമുക്ക് ഈ നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഞാൻ എന്നെ വിശ്വസിക്കുന്നു, ഞാൻ സമാധാനം നിറഞ്ഞു സമ്പൂർണമാണ്, നമുക്ക് സമാധാനം നിറഞ്ഞ ഒരു കുറവുമില്ലാത്ത നിറഞ്ഞ ഒരു ജീവിതമാണ് വേണ്ടത് എന്ന് നമ്മുടെ അഫർമേഷൻ പറയുമ്പോൾ ഇത് വെറുതെ അങ്ങ് പറയരുത്. നമ്മൾ ആ ഒരു ഫീലിംഗ് കൊടുക്കണം. ശാന്തതയുടെ ഉള്ളിൽ അത് ഇപ്പൊ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഒരു കലുഷിതമായ ഒരു ജീവിത സാഹചര്യത്തിലായിരിക്കും നമ്മൾ കഴിയുന്നതെങ്കിൽ കൂടിയും, നമുക്ക് കലുഷിതമായ ഒരു ജീവിതം ആണ് നമുക്ക് ചിലപ്പോൾ അതെങ്ങനെ, ഞാൻ ഇപ്പൊ ടെൻഷനിലല്ലേ, ഇപ്പൊ ഞാൻ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു അവസ്ഥയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എനിക്ക് എങ്ങനെയാണ് ഫ്യൂച്ചറിൽ മികച്ച ഒരു ജീവിതത്തിന്റെ ഫീലിംഗ് അല്ലെങ്കിൽ സമാധാനം നിറഞ്ഞ ഒരു ജീവിതത്തിന്റെ ഫീലിംഗ് എനിക്ക് ഇപ്പൊ കൊണ്ടുവരുവാൻ കഴിയുന്നത് എന്ന് നമുക്ക് തോന്നുന്നു. നമുക്ക് മടുപ്പ് തോന്നും നമുക്ക് ചിലപ്പോൾ അത്. പക്ഷെ അങ്ങനെയല്ല, അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതിന് താങ്ക് യുവിന്റെ മെഡിറ്റേഷൻസോ അതുപോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്രാർത്ഥന അല്ലെങ്കിൽ ഏത് മെഡിറ്റേഷൻ ചെയ്താലും ശരി തന്നെ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇന്നർ ഫീലിംഗ് ഒരു ശാന്തതയുടേതാണ്. അത് തന്നെ ആ ഒരു ഹാപ്പിനെസ്, ഇന്നർ ഹാപ്പിനെസ്, നാളെ ഒരു കാലത്ത് നിലവിലുള്ള ടെൻഷൻസ് എല്ലാം മാറി ഹാപ്പി ആയിട്ട് ഒരു സമ്പൂർണമായ ഒരു ജീവിതം നയിക്കുമ്പോൾ, നാളെ നമ്മൾ നയിക്കുന്ന ആ ഒരു രംഗം മനസ്സിൽ കാണുമ്പോൾ അപ്പൊ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ്, നമുക്ക് ഇപ്പൊ നിലവിൽ ആ ഒരു ഫീലിംഗ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സബ് കോൺഷ്യസിന് അത് മനസ്സിലാവും. അത് തീർച്ചയായിട്ടും അത് നമ്മുടെ സബ് കോൺഷ്യസ് അത് മാനിഫെസ്റ്റേഷൻ ചെയ്യുവാനുള്ള ആ ഒരു
പ്രോസസ്സിലേക്ക് കടക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഫീലിംഗ് ആണ്. നമ്മൾ ഏതൊരു കാര്യം, നമ്മളിപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നവരുണ്ട്, അതിപ്പോ താങ്ക് യുന്റെ മെഡിറ്റേഷൻ പറയുമ്പോൾ പോലും നമ്മള് എപ്പോഴും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിൽ കൊണ്ടുവരണം, ആ ഫീലിംഗ് മനസ്സിൽ കൊണ്ടുവരുന്ന കാര്യം ഉറപ്പുവരുത്തണം. ആ ഫീലിംഗ് നമ്മൾ അങ്ങനെ നമ്മൾ ആ രീതിയിൽ അതിലേക്ക് പ്രാക്ടീസിലേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ്. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നാളെ നമ്മൾ നേടുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യമായാലും ശരി തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് നമ്മുടെ ഈ നിമിഷം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇവിടെ ആരാണ് ചോദിച്ചത് ജോബിന് വേണ്ടി എന്താണ് ചെയ്യാനുള്ളതെന്നല്ലേ? അതായത് ആ ജോബ് ലഭിക്കുന്ന, അതായത് ആ ജോബ് ലഭിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, ജോബ് ലഭിച്ച ഒരു ഹാപ്പിനെസ്, ഒരു നാളെ ആ ഒരു ജോബ് ലഭിച്ചു, നമ്മളപ്പോ ആ ജോബിൽ ഉണ്ട്, ആ ഒരു അവസ്ഥ ഈ നിമിഷം കൊണ്ടുവരണം. നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു, ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ജോയിൻ ചെയ്തു, ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഇപ്പോഴെങ്ങനെയായിരിക്കും? നമ്മൾ ത്രില്ഡ് ആയിരിക്കും, നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കും, വളരെ ഹാപ്പി ആയിരിക്കും. ആ ഒരു ഫീലിംഗ് ഈ നിമിഷം കൊണ്ടുവരിക. നമ്മൾ ഏത് ലക്ഷ്യമാണോ ജീവിതത്തിൽ നേടുവാൻ ആഗ്രഹിക്കുന്നത്, ആ ലക്ഷ്യം നമുക്ക് ഇന്ന് രാവിലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു, നമ്മളിപ്പോൾ ആ ലക്ഷ്യത്തിലാണ്. ആ ഒരു ഫീലിംഗ് ഈ നിമിഷം കൊണ്ടുവരിക. ഈ നിമിഷം അത് എത്രത്തോളം നമ്മുടെ ഉള്ളിൽ ഹോൾഡ് ചെയ്യാൻ കഴിയുമോ അതാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു ടൂള്. അത് ആ ഒരു ഫീലിംഗ് പരിചയപ്പെട്ട ഈ രീതിയിലുള്ള ഫീലിംഗ് ആണ് ഞാൻ ഫ്യൂച്ചറിൽ എക്സ്പീരിയൻസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിതാണ് വേണ്ടത്, അത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലായി. അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ലാസ്റ്റില്. അത് കഴിഞ്ഞ് മൂന്നാമതൊരു പോയിന്റ് നമ്മൾ മാനിഫെസ്റ്റേഷൻ ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരം പറയുന്ന ഒരു പോയിന്റ് തന്നെയാണ്. അതും വേറൊന്നുമല്ല, നമ്മൾ എപ്പോഴും നമ്മുടെ ഉറങ്ങാൻ പോകുന്ന സമയം, ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്തെ നന്നായിട്ട് ഉപയോഗിക്കണം, നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി. ആ സമയത്ത് നമ്മൾ ഈ ഫീലിങ്ങോട് കൂടിയുള്ള വിഷ്വലൈസേഷൻ നമ്മുടെ ഉറങ്ങാൻ പോകുന്ന തൊട്ട് മുമ്പും ഉറക്കം എഴുന്നേൽക്കുന്നതിന് ആ ഒരു സമയത്ത്, രണ്ട് സമയത്തും നമുക്ക് ബോധം മെല്ലെ താഴ്ന്ന് ബോധം ഉയർന്നു വരുന്ന സമയമാണ്. ബോധം മാറി, ബോധം എന്ന് പറയുന്ന ഒരു കാവൽക്കാരനായിട്ട് ഉപമിച്ചിട്ടുണ്ട്. ആ ഒരു ബോധം എന്ന് പറഞ്ഞൊരു കാവൽക്കാരനെ മാറി ഉപബോധം ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഉറക്കച്ചടവോട് അല്ലെങ്കിൽ ആ ഒരു ഉറക്ക ക്ഷീണത്തിൽ നമുക്ക് ചിന്തിക്കാൻ പാടായിരിക്കും. പക്ഷെ ഒത്തിരി കഷ്ടപ്പെട്ടായാലും ശരി തന്നെ ആ ഒരു ചിന്ത, ആ ഒരു വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിൽ ഒരു മിനിറ്റ് നേരത്തേക്ക് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുക. ആ ഒരു കൃത്യമായിട്ട് ആ ഒരു പിക്ചർ, ആ ഫീലിങ്ങോട് കൂടി നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസിൽ കിട്ടും. വളരെയധികം അത് മാനിഫെസ്റ്റേഷൻ സപ്പോർട്ട് ചെയ്യും. അത് മോർണിംഗ് ടൈമിലായാലും ആ ഒരു ഉറക്കം എഴുന്നേറ്റ ഉടനെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കൊടുക്കുക വിത്ത് ഫീലിംഗ്. അപ്പൊ ആ ഒരു ഉറക്കച്ചടവെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയ ഒരു അവസ്ഥയാണ്. അത് നമ്മുടെ സബ് കോൺഷ്യസ് വൈഡ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. യാതൊരു വിധമായ റെസിസ്റ്റൻസ് ഉണ്ടാകില്ല. ആ പിക്ചർ അവിടെ നമ്മളെ വേണ്ട കാര്യങ്ങൾ അവിടെ നല്ല രീതിയിൽ ഇംപ്രസ്ഡ് ആവും. മാനിഫെസ്റ്റേഷൻ സാധ്യത 10 മടങ്ങായിട്ട് വർദ്ധിക്കും. അപ്പൊ ഈ 3 സുപ്രധാനമായ പോയിന്റുകളാണ് ഇന്ന് പറയുന്നത്. ദി ലോ ഓഫ് കോൺഷ്യസ്നെസ് കൃത്യമായി ഫോളോ ചെയ്യുക. അത് വിശ്വസിക്കുക. ഇനി നമ്മൾ ആ ഒരു ലെവലിൽ മുഴുവൻ ചിന്തിക്കാം. ലൈഫിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ കുറവ് അവിടെ ഉണ്ടാകുന്നു, എന്തുകൊണ്ട് എൻ്റെ ഉള്ളിൽ എവിടെയാണ് കുറവുണ്ടായിട്ടാണ് അവിടെ എനിക്ക് ആ ലൈഫിൽ അതൊരു റിഫ്ലക്ട് ചെയ്യുന്നത്. എപ്പോഴും ഒരു റിഫ്ലക്ഷൻ ആയിട്ട് ഒരു ഇമേജ്, മിറർ പോലെ നമ്മൾ ജീവിതത്തെ കാണാവൂ. മിററിൽ നോക്കുന്നത് പോലെ ജീവിതത്തെ കാണാം. അപ്പൊ മിററിൽ ഒരു കുറവ്, മിററിനകത്ത പിക്ചറുകളിൽ കുറവ് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഒറിജിനലിൽ കുറവുണ്ടെന്നാണ്. അപ്പൊ കോൺഷ്യസ്നെസ് ഈസ് ദ ഓൺലി റിയാലിറ്റി. ബോധതലം, നമ്മുടെ അകംലോകമാണ് യാഥാർത്ഥ്യം, മറ്റേത് പ്രതിബിംബം മാത്രമാണ്. അപ്പം ഉള്ളിലാണ് മാറ്റം വരുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്ത് മാറ്റം ഉണ്ടാവും എന്നുള്ള വിശ്വാസം. ആ വിശ്വാസത്തിന് സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള അഫർമേഷൻസും വിഷ്വലൈസേഷൻസും നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തുക. ഞാൻ തന്നിട്ടുള്ള ഈ അഫർമേഷൻ ബേസ്ഡ് ആയിട്ട് ഉപയോഗിക്കുക കൂടുതലായിട്ട്. ഈ അഫർമേഷൻ കൂടുതൽ നന്നായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഉള്ള കുറവുകൾ എന്താണെന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് ആ അഫർമേഷൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുവാനും കഴിയും. രണ്ടാമത്തത് ഫീലിംഗ് ഈസ് ദ സീക്രട്ട്. ഫീലിംഗ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് വേണ്ട കാര്യം. നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളുടെ അച്ചീവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് നമ്മൾ നിലവിൽ പ്രസന്റ് മൊമെന്റിൽ കൊണ്ടുവന്ന് അത് മനസ്സിൽ ഹോൾഡ് ചെയ്യുക. അതാണ്, ആ ഫീലിംഗ് ആണ് എനിക്ക് വേണ്ടത്.
ആ ഗോൾ നേടുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് വേണ്ടത്. സക്സസ് ആകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് വേണ്ടത്. അതിപ്പോ കൊടുക്കുക. അതിപ്പോ നമ്മളിപ്പോ ഒരു അല്പം പിന്നോട്ട് നിൽക്കുകയാണെങ്കിൽ കൂടി ആ ഫീലിംഗ് മനസ്സിൽ കൊണ്ടുവരുവാൻ നമ്മൾ ശ്രമിച്ചാൽ പറ്റും. അത് ശ്രമിച്ച് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരണം. മൂന്നാമത്തത്, രാത്രി കിടക്കുന്നതിന് മുമ്പുള്ള ആ ഒരു പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഉറക്കത്തിന് തൊട്ട് മുമ്പ് മൊബൈലിൽ എന്തെങ്കിലും കണ്ട് അതെങ്ങനെ ഉറങ്ങരുത്. മൊബൈലിൽ ആരെങ്കിലും എന്താ വീഡിയോസും അതും കണ്ട് അത് കണ്ടുകൊണ്ടല്ല, അതല്ല നമ്മളെ മനസ്സിലേക്ക് ഫീഡ് ചെയ്യാനുള്ളത്. അപ്പൊ അകം ലോകത്ത് അത് കണ്ടീഷൻ ചെയ്യുന്നുണ്ടെന്ന് ഓർത്തോണം. വാർത്തകളും നെഗറ്റീവ് വാർത്തകളും നിരന്തരമായി കണ്ട് 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 അത് ഉള്ളിൽ നമ്മൾ ആൾക്കാരെ കുറിച്ച് കുറ്റം പറയുന്നതും വെറുപ്പും വിദ്വേഷവും എല്ലാം കണ്ട് 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 അതിങ്ങനെ കണ്ടീഷനാണ്. കോൺഷ്യസ്നസ് കണ്ടീഷൻ ചെയ്യും. അതിനനുസരിച്ച് റിഫ്ലക്ട് ചെയ്യാം. അത് ഒബ്ജക്റ്റീവ് ആയിരിക്കും, അത് യാഥാർത്ഥ്യമായി വരും. നമ്മൾ കരുതും നമ്മൾ പൊളിറ്റീഷ്യൻസിന്റെ നെഗറ്റീവായിട്ടുള്ള വാർത്തകളല്ലേ കാണുന്നത്, അതെന്റെ ജീവിതത്തിനകത്ത് എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നതാണ്. പൊളിറ്റീഷ്യൻ അല്ലെ പൊളിറ്റീഷ്യൻ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ലോകത്ത് നടക്കുന്ന മറ്റു കാര്യങ്ങളുടെ നെഗറ്റീവ് കാര്യങ്ങളല്ലേ ഞാൻ കാണുന്നത്. അങ്ങനെയല്ല, നമ്മൾ അത് ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് അവിടെ നമ്മുടെ ലൈഫിൽ അതിനെ എങ്ങനെ റിഫ്ലക്ട് ചെയ്യിക്കാമെന്നാണ് സബ് കോൺഷ്യസ് നോക്കുന്നത്. ഇപ്പൊ ലോകത്ത് നമ്മുടെ വളരെ അകലെയുള്ള ഏതെങ്കിലും വിഷയങ്ങളെ കുറിച്ചാണ് നമ്മളെ ലൈഫിനെ അത് ഒട്ടും ബാധിക്കില്ല എന്ന് നമുക്ക് തോന്നിക്കൊണ്ട് നമ്മളത് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള വിഷയങ്ങളാണ് നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ രീതിയിൽ നമ്മുടെ കോൺഷ്യസ്നസ് കണ്ടീഷൻ ചെയ്യും. അത് ഒബ്ജക്റ്റീവ് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും. യാഥാർത്ഥ്യം എന്നല്ല, അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് നമ്മുടെ ലൈഫിനകത്ത് വരും. അപ്പം ഇവിടത്തെ കുറവ് അകത്താണ് എന്ന് മനസ്സിലാക്കി അവിടെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സോ മച്ച്. പ്രദീപെ അൺമ്യൂട്ട് ചെയ്തു. അൺമ്യൂട്ട് ചെയ്തിരിക്കണോ? അല്ല, ആൾമ്യൂട്ട് ചെയ്തിരിക്കണോ? ഹലോ സർ. ക്ലിയർ ആക്കിയിട്ടുണ്ട്. സർ റൂത്ത്. ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഈ ശരിക്കും പറഞ്ഞാല് കണ്ടീഷനിങ് ആവശ്യമാണ് അല്ലേ സാറേ? അത് റീകണ്ടീഷനിങ് ആണ് ആവശ്യം. റീകണ്ടീഷനിങ് ആണ് ആവശ്യം. ഇപ്പൊ നമ്മൾ കണ്ടീഷൻഡ് ആണ്, അതാണ് ഇപ്പൊ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റീപ്രോഗ്രാമിംഗ് ചെയ്യണം, റീകണ്ടീഷനിങ് ചെയ്യണം. ഓക്കെ ഓക്കെ. അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഇല്ല അല്ലേ? ഏതെങ്കിലും ഇല്ല. ഏതെങ്കിലും തരത്തിൽ ഹാബിറ്റുകൾ നമ്മൾ ഇത്രയും നാളെ ചിന്തിച്ചും സംസാരിച്ചും വിഷ്വലൈസ് ചെയ്തും മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്തതും നമ്മുടെ ഉള്ളിൽ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ് റിഫ്ലക്ട് ചെയ്യുന്നത് നിലവിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനെ മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലെ റീകണ്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കണം. അത് നമ്മൾ നിരന്തരമായി അഫർമേഷൻ ആദ്യം ഹീൽ ചെയ്യണം. ആദ്യം ഹീൽ ചെയ്യാൻ വേണ്ടിയാണ് താങ്ക് യുവിന്റെ മെഡിറ്റേഷൻ തന്നത് ഈ ഒരു നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടി. അത് ചെയ്യുമ്പോൾ കുറച്ച് ഹീലാവും. നമുക്ക് ഈ അഫർമേഷൻസ് നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് അത് കണ്ടീഷൻ ചെയ്യാം. അതായത് നമ്മൾ പാടത്തിന്റെ ഉദാഹരണം, പാടത്തിലേക്ക് നമ്മൾ പുതുതായിട്ട് വിത്ത് വിതയ്ക്ക് ഉണങ്ങി വരണ്ട് കിടക്കുന്ന പാടം അതുപോലെ തന്നെ പാടത്തിലേക്ക് വിത്തെറിയുകയല്ലല്ലോ ചെയ്യുന്നത്. അതിനാദ്യം നമ്മൾ കണ്ടീഷൻ ചെയ്യില്ലേ? അതായത് എങ്ങനെയാണ് അതിനെ ഉഴുതു മറിച്ച് നല്ല കണ്ടീഷൻ ചെയ്തിട്ടല്ലേ അതിനെ പരുവപ്പെടുത്തിയിട്ടല്ലേ നമ്മൾ വിത്ത് വിതയ്ക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ആദ്യം അതിനുവേണ്ടിയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. താങ്ക് യു മെഡിറ്റേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലുള്ള മെഡിറ്റേഷൻസ് ആയാലും റിലീജിയസ് പ്രാക്ടീസുകളായാലും റിച്വൽസ് ആയാലും ഏതായാലും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിനെ കണ്ടീഷൻ ചെയ്തിട്ട് ഉള്ളിനെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം അവിടെയൊക്കെയാണ് നമ്മൾ റീകണ്ടീഷനിങ്ങിന് വേണ്ടിയുള്ള മെസ്സേജസ് കൊടുത്തുകൊണ്ട് ഉള്ളിനെ മാറ്റിയെടുക്കാൻ പറ്റും. താങ്ക് യു. ഓക്കെ, ചോദിച്ചോളൂ ലക്ഷ്മി. സാർ, ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, എന്റെ വേറൊരു ഡൗട്ട് ആണെന്ന് ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. ഈ ഏഞ്ചൽ നമ്പേഴ്സ് ചിലപ്പോൾ ഇപ്പൊ പാർട്ടിസിപ്പന്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ 111 വന്നായിരുന്നു. അതുപോലെ ചില നമ്പേഴ്സ് കാണുന്നത് ഏഞ്ചൽസ് യൂണിവേഴ്സിന്റെ മെസ്സേജ് ആന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് സത്യമാണോ? അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രദീപ് ആ വീഡിയോ ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ ആ ഒരു ശ്രദ്ധയുടെ ശക്തി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ശ്രദ്ധ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ്. ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ അതിനകത്ത് കൃത്യമായിട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെ ഞാൻ ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇത് നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധ മനസ്സ് ശ്രദ്ധിക്കുന്നത് എന്തും നമുക്ക് നമ്മളിലേക്ക് എത്തിക്കുവാനും വേണ്ടി നിരന്തരമായിട്ട് ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു സെർവന്റ് ആണ്, നമ്മുടെ ഒരു വലിയൊരു ഭൃത്യനാണ്, വലിയൊരു ഒബീഡിയന്റ് ആയിട്ടുള്ള ഒരു ഭൃത്യനാണ് നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ ബോധ മനസ്സുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിരന്തരമായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സ് ആ സമാനമായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുവാനും നമ്മുടെ അടുത്തേക്ക് അത് കാണിച്ചു തരുവാനും വേണ്ടി പരിശ്രമിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു നമ്പേഴ്സ് ഈ ഈ സീക്വൻസിലുള്ള നമ്പേഴ്സിൽ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ട് എന്നൊക്കെയുള്ള വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ ശരിയാണ് അതിലേക്ക് നമ്മൾ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കും. നമ്മൾ നോക്കി വലിയ താല്പര്യത്തോടുകൂടി ശ്രദ്ധിക്കും, അറ്റൻഷൻ കൊടുക്കും. അവിടെ അപ്പോൾ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു ഈ വെച്ചിട്ട് ആ അറ്റൻഷൻ എന്ത് ചെയ്യുന്നു, അതിനെ അട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ലോ ഓഫ് അട്രാക്ഷൻ വർക്കൗട്ട് ആയിട്ട് ആ ഒരു കാര്യത്തെ സബ് കോൺഷ്യസ് എന്ത് ചെയ്യും, നമ്മുടെ മുന്നിലേക്ക് കൂടുതൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് മാത്രമാണ് അത്. അപ്പൊ നമ്മുടെ ചുറ്റും തന്നെ ഈ നമ്പേഴ്സ് ഉണ്ട്. പക്ഷെ ഈ നമ്പേഴ്സ് നമ്മൾ ആ സമയമാകുമ്പോൾ കാണിച്ചു തരിക മാത്രമാണ് ചെയ്യുന്നത്. അതില് പ്രത്യേകിച്ച് ഒരു തരത്തിലുമുള്ള മെസ്സേജ്, യൂണിവേഴ്സൽ മെസ്സേജ് ഒന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കൽ. ഇനി മറ്റ് ആർക്കെങ്കിലും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് പിന്നെ ഒരു അഭിപ്രായമില്ല, ഞാൻ അതിനെ ബഹുമാനിക്കുന്നില്ല. അത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അതിനെ എതിർക്കുന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസമല്ലേ പ്രധാനം. പക്ഷെ ഞാൻ ഇതാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ കോൺഷ്യസ് ബോധ മനസ്സുകൊണ്ട് നമ്മൾ എന്ത് ശ്രദ്ധിക്കുന്നോ അത് ഉപബോധ മനസ്സ് നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അപ്പം സീക്വൻസ് നമ്പർ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ആ ഒരു നമ്പേഴ്സിന്റെ കൂടുതൽ എവിടെ കണ്ടാലും നമ്മുടെ ബോധ മനസ്സ് നമ്മുടെ മുഖം അങ്ങോട്ട് തിരിച്ചു വെപ്പിച്ചിട്ട് അത് നോക്കൂ എന്നുള്ള രീതിയിൽ നമ്മളെ കാണിച്ചു തരും. അതാണല്ലോ സംഭവിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എവിടെ നമ്മൾ ആ ഒരു സമയപ്രദേശത്ത് എവിടെ നമ്മൾ ആ ഒരു നമ്പർ വന്നാലും ഉടനെ നമ്മൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ അതൊരു കണ്ടീഷനാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ഇത് നമുക്ക് താങ്ക് യു സിന്ധുജ. ഇത് നമുക്ക് സത്യത്തിൽ നമ്മുടെ ലൈഫിനെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തിയറി തന്നെയാണ് ഇത്. സത്യത്തിൽ ലോ ഓഫ് അട്രാക്ഷനിൽ അതുകൊണ്ട് എന്താണ് നമുക്ക് ഇവിടെ ഇതൊരു വലിയൊരു മെസ്സേജ് ആണ് തരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ഫോക്കസ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ്. ആ ശ്രദ്ധയുടെ ശക്തി അവിടെയാണ് വരുന്നത്. മനസ്സിലായി? നമ്മുടെ ശ്രദ്ധ നമുക്ക് ജീവിതത്തിൽ നേടേണ്ട കാര്യങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരും എന്നുള്ളതാണ് ആ മെസ്സേജാണ് ആ ഒരു നൽകുന്നത്. അതേസമയം നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കരുത് എന്നും കൂടി അത് പറയുന്നു. നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ അതായിരിക്കും കൂടുതൽ അട്രാക്ട് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുക, വേണ്ട കാര്യങ്ങളിലേക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക, കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ആ ഒരു മെസ്സേജ് നൽകുന്നത്. അല്ലാതെ ആ ഒരു നമ്പേഴ്സ് കണ്ടിട്ട് കൂടുതൽ ടെൻഷൻ ആകണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? സാർ, ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ വിശ്വാസം മാത്രമല്ലേ? കേട്ടില്ല. അല്ല, ഈ നമ്പേഴ്സിന്റെ ഒക്കെ ഓരോരുത്തരുടെ വിശ്വാസം മാത്രമല്ലേ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞത്? അല്ല, അത് ഞാൻ അതിനെ കുറിച്ചൊരു ഡീപ്പായിട്ടൊരു പഠനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് മുമ്പ് ന്യൂമറോളജി ആയിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കുറെ മുമ്പൊക്കെ. ഇപ്പൊ പിന്നെ അത് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ കൂടുതൽ കൂടുതൽ ചർച്ചയിലേക്ക് വന്നപ്പോൾ ആരൊക്കെയോ ഈ നമ്പേഴ്സിന് ഈ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് കണക്ട് ചെയ്തത് യൂണിവേഴ്സൽ മെസ്സേജ് ആയിട്ടൊക്കെ ഇറക്കിയപ്പോൾ കുറെ ആളുകൾ അങ്ങനെ അങ്ങ് വിശ്വസിച്ചതാണ്. ഞാനതാണ് മനസ്സിലാക്കുന്നത്. വിശ്വാസം തന്നെയാണത് തീർച്ചയായിട്ടും. പക്ഷെ വിശ്വാസത്തിലുപരി അതിന്റെ പിന്നിലുള്ള സ്പിരിച്വൽ തിയറി ഇതാണ്. ബോധം എന്തിനെ, അറ്റൻഷൻ ഈസ് അട്രാക്ഷൻ. നമ്മൾ ശ്രദ്ധ എന്തിൽ കൊടുക്കുന്നോ അത് കൂടുതലായി അട്രാക്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധ കൂടുതലായിട്ട് കൊടുക്കുവാനുള്ളത് നിങ്ങളുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങൾ, നമ്മുടെ ലൈഫിലെ പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ ആ പോസിറ്റീവായ കാര്യങ്ങൾ എപ്പോഴും ലൈഫിലേക്ക് കൂടുതലായി അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് ഇതേ തിയറി വെച്ചിട്ട് തന്നെ മനസ്സിലാവും. ഇതാണ് നമ്മൾ പോസിറ്റിവിറ്റിയിലേക്ക് എപ്പോഴും ശ്രദ്ധിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം എന്ന് പറയുന്നത്. നെഗറ്റിവിറ്റിയിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ അത് തന്നെ സംഭവിക്കും. നെഗറ്റീവായ കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമല്ലാത്ത ആളുകളെ കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നാലും ഇഷ്ടമില്ലാത്ത ആളുകൾ കൂടുതലായിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ ആ ഇഷ്ടമില്ലാത്ത ആളുകളെ കുറിച്ചുള്ള കുറ്റം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ വ്യക്തിയിൽ നിന്ന് ആ ഇഷ്ടമില്ലാത്ത വിഷയം കൂടുതലായിട്ട് പ്രതിഫലിക്കുന്നത് കാണാം. സംഭവം അതിന് മുന്നിൽ തിയറി ഇത് തന്നെയാണ്.
താങ്ക് യു സോ മച്ച്. മറ്റു ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം നിർത്താം. ഇന്നത്തെ സബ്ജക്റ്റ് ഫോളോ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. ഏതെങ്കിലും രീതിയിൽ ഡീപ്പായി പോയെന്ന് തോന്നുന്നുണ്ടോ? കുറച്ച് ആർക്കെങ്കിലും മനസ്സിലാകാത്ത ഇതായിട്ട് വല്ലതും ഉണ്ടോ? എപ്പോഴും ഒരു ഹലോ സാറേ, ആ ഒരു സാർ പറഞ്ഞോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ചോദിക്കാവോ? പറഞ്ഞോ തന്നെയാണ്. സാറ് നമ്മൾ ഈ അഫർമേഷൻസും അതുപോലെ തന്നെ ഈ മെഡിറ്റേഷൻസ്, താങ്ക് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പം പറഞ്ഞ ആ ഫീലിങ്സിന്റെ തീവ്രത നമുക്ക് മേളിലോട്ടല്ലേ പോകേണ്ടത് ഓരോ ദിവസം ചെല്ലുമ്പോഴും? പക്ഷെ എനിക്ക് അങ്ങനെ പലപ്പോഴും ചിലപ്പോൾ നിർബന്ധമില്ല. അപ്പാട്ടോൺ ഇന്നിപ്പം തീവ്രത മുകളിലോട്ട് ചെയ്യണമെന്നില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് നല്ലൊരു ഫീലിംഗ് കൊണ്ടുവന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ മതി. അല്ലാതെ തീവ്രത മുകളിലോട്ട് പോയില്ല എന്ന് കരുതി പിന്നെ താഴോട്ട് വരായിരുന്നാൽ മതി. മനസ്സിലായില്ലേ? ചിലപ്പോ ഇന്നിപ്പം നല്ല തീവ്രത ഉണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ ഇച്ചിരി കുറഞ്ഞു വരുന്നു, അങ്ങനെ അപ്പാണ്ടോൺ വരുന്നു. അപ്പൊ നമുക്കിത് തീവ്രത മേളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് ഇല്ല, ചെയ്യണോ? അതോ നമ്മള് നമ്മുടെ തോട്ട് അല്ല, പ്രോസസ് അതിനെ അഫക്ട് ചെയ്യുന്നതായിരിക്കുമോ? അങ്ങനെയല്ല. നമ്മൾ ക്രമേണ അത് ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മൾ തീവ്രത കുറഞ്ഞു പോകുന്നെന്ന് കരുതി നമ്മൾ അതിൽ വറി ആവാതിരുന്നാൽ മതി. മനുഷ്യനല്ലേ, മനുഷ്യ നമ്മളെ അത് അങ്ങനെയൊക്കെ തന്നെ നമ്മളൊന്ന് ക്ഷമിച്ച് സാരമില്ല, ഒരു ദിവസം അങ്ങനെ ആയിട്ട് നെക്സ്റ്റ് ഡേ ഓക്കെ ആകാം എന്ന് കരുതും. അങ്ങനെ നമ്മൾ സ്വയം ഒന്ന് ആശ്വസിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പം കറക്റ്റ് ആയി വരും. അതേസമയം നമ്മൾ ഒരു ദിവസം നല്ല രീതിയിൽ ഫീലിംഗ് വരുത്തുകയും പിറ്റേ ദിവസം ഒന്ന് കുറഞ്ഞു പോകുമ്പോൾ എന്ത്, അയ്യോ ഞാൻ ചെയ്തത് ശരിയാകില്ല എന്നൊക്കെയുള്ള ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അല്ല അങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുമ്പോഴാണ് അതങ്ങനെ ഫ്ലക്ച്വേഷൻ വരുന്നത്. നമുക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ സ്വയം നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ തന്നെ അത് സാർ, ബാലൻസ് ആയി വരും. താങ്ക് യു സോ മച്ച്. നമുക്കൊരു 30 താങ്ക് യുവിന്റെ മെഡിറ്റേഷൻ ചെയ്തിട്ട് നിർത്തിക്കാൻ പറ്റും. വേറെ ആർക്കെങ്കിലും മറ്റു ക്വസ്റ്റ്യൻസ് ഇല്ലെന്ന് കരുതുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തോ. നമുക്ക് 30 താങ്ക് യുവിന്റെ മെഡിറ്റേഷൻ. എല്ലാവരും വളരെയധികം ഏകാഗ്രത കൊടുക്കും. ഒന്നാമത്തെ ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ്, നല്ല രീതിയിൽ താങ്ക് യു. ഇപ്പൊ ഈ ക്ലാസ് ഒക്കെ കിട്ടി, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സൂമിനുള്ള ഒരു സംവിധാനം കിട്ടി, നെറ്റ് കിട്ടി, അങ്ങനെ എല്ലാത്തിലും ലൈഫിനകത്ത് വളരെയധികം ഒരുപാട് നന്മകൾ നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്നുണ്ടല്ലോ. അതിനെല്ലാം നമ്മൾ വൺ ബൈ വൺ ആയിട്ട് അങ്ങനെ ആ ഉള്ളിൽ വലിയ ഹൃദയം നിറഞ്ഞ നന്ദി എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ട് വേണം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. ഓരോ പ്രാവശ്യം നമ്മൾ താങ്ക് യു പറയുമ്പോഴും എല്ലാം തന്നെ അത്യധികമായ നന്ദി ആ ഫീലിംഗ് കൊണ്ടുവരും ഉള്ളിൽ. ആ ഒരു ഫീലിംഗ് നമുക്ക് വലിയ രീതിയിൽ നമ്മൾ റീകണ്ടീഷൻ ചെയ്യാം. നമ്മുടെ അകം ലോകത്തെ റീകണ്ടീഷൻ ചെയ്യാൻ സഹായിക്കും. ഈ ഒരു അങ്ങനെ ക്രമേണ മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. താങ്ക് യു സോ മച്ച്. Thank you, sir. താങ്ക് യു സാർ. Thank you, sir. Thank you. Thank you, sir. Thank Thank you, sir. Thank you so much. Thank you, sir. Thank you, sir. താങ്ക് യു സോ മച്ച്. Thank you, sir. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഞാൻ അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്ക് ഞാൻ മറുപടി. താങ്ക് യു സോ മച്ച്.